ഒരേ സമയം കണ്ണ് നിറയുകയും ചെയ്യും, എന്നാൽ പിന്നെ എണീച്ചൊന്ന് കൈയടിക്കുകയും ചെയ്യും. അമ്മ ഒരു സാധനം ഭയങ്കരമായിട്ട് കണക്ട് ആണ് നമുക്ക്. ലാസ്റ്റ് കണ്ടിറങ്ങുമ്പോൾ ശരിക്കും കരച്ചിൽ വരും. ശരിക്കും നമ്മളെ അറിയാണ്ട് കൈ അടിച്ചു പോവും. നമ്മൾ കൈ അടിക്കണ്ടെന്നിരുന്നാൽ പോലും നമ്മളെ കൈ അടിച്ചു പോവും. അതുപോലത്തെ സാധനങ്ങൾ ഇതിനകത്ത് കൈ അടിപ്പിച്ചു. ഒരാളും കൈ അടിക്കേണ്ട തീർന്ന പുറത്തേക്ക് ഇറങ്ങില്ല. അത് തല കൊനിച്ചിട്ടല്ല, നെഞ്ചു പിരിച്ചിറങ്ങേണ്ടി വന്നു. അത്രയും പടം കണ്ണും നിറഞ്ഞു മനസ്സെന്ന് പറഞ്ഞു. അതുപോലത്തെ ഒരു പടം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ. എന്താ പറയുക, ഡിജോ ഈ സിനിമ ഇറങ്ങണതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തല കുനിച്ചിട്ട് എന്തായാലും ഒരു മലയാളിക്ക് തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരില്ലായിരുന്നു. അത് തല കുനിച്ചിട്ടല്ല, നെഞ്ചു പിരിച്ചിറങ്ങേണ്ടി വന്നു. അത്രയും എനിക്ക് ഈ വെക്കേഷനിൽ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. ഈ വെക്കേഷൻ അല്ല, ഈ വർഷം കണ്ടതിൽ, ഇതുവരെ കണ്ടതിൽ എനിക്ക് അത്രയും കോമഡി പടങ്ങൾ കൊണ്ടുണ്ട്. പ്രേമലു, പിന്നെ ത്രില്ലർ, മറ്റേ മഞ്ഞുമല് വേറെ ടൈപ്പ് ആണെങ്കിലും ഇത് ശരിക്കും ഒരു മലയാളി എന്ന രീതിയിൽ നെഞ്ചു പിരിച്ചിറങ്ങി തിയേറ്ററിന് പുറത്തേക്ക്. ധ്യാൻ കോമഡി റോളാണ്, പക്ഷെ ധ്യാൻ്റെ ക്യാരക്ടർ നമുക്കൊരു ഫാമിലിക്കൊക്കെ പിടിച്ചിരുന്ന ഒരു നാട്ടുമ്പുറത്തെ ഒരു കൂട്ടുകാരൻ ക്യാരക്ടറാണ്. പുള്ളി അത് നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് സിനിമ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ജനഗണമനയിൽ നമുക്ക് ഒരുപാട് ഈ വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടാനായിട്ട് പല ഡയലോഗ്സ് ഉണ്ട്. നമുക്ക് അത്രയും, പക്ഷെ ഇതിൽ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ നെഞ്ചിൽ വന്നടിക്കണേ, നമ്മളെ അറിയാണ്ട് കൈ അടിച്ചു പോവും. നമ്മൾ കൈ അടിക്കണ്ടെന്നിരുന്നാൽ പോലും നമ്മളെ കൈ അടിച്ചു പോവും. അതുപോലത്തെ സാധനങ്ങൾ ഇതിനകത്ത് കൈ അടിപ്പിച്ചു. ഒരാളും കൈ അടിക്കേണ്ട തീർന്ന പുറത്തേക്ക് ഇറങ്ങില്ല. എന്തായാലും 100 കോടിനെ എണ്ണി തുടങ്ങാം. 100 കോടിന്ന് എണ്ണി തുടങ്ങാം. കാരണം 23-ാം തീയതി ഇറങ്ങും. അതുവരെ ഈ പടം തകർത്ത് ഓടിക്കൊണ്ടിരിക്കും. ഇനി ഏത് സിനിമ റിലീസായാലും ഈ ഒരു മാസം ഫുള്ള് മലയാളി. നിവിൻ പോളിയുടെ കഴിഞ്ഞ 5 പടത്തിന്റെ ക്ഷീണം 3.5 തീർത്തു. വർഷങ്ങൾക്ക് ശേഷം ഒഴിവാക്കിയാലും അതിന് മുമ്പിറങ്ങി 5 പടങ്ങളുണ്ട്. അതിന്റെ ക്ഷീണം പുള്ളി തീർത്തിട്ടുണ്ട്. നിവിൻ പോളി എന്താ പറയുക, പുള്ളി നന്നായിട്ട് അത്രയും രസമായിട്ട് പടം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു പാകിസ്ഥാനായിട്ട് അഭിനയിച്ച ആള് അടിപൊളിയുണ്ട്. മനസ്സെന്ന് പറഞ്ഞാൽ തീയണ്ട പുറത്തേക്ക് എല്ലാവരും ഇറങ്ങി കിട്ടണം. എന്തായാലും നല്ല പടമുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഡിജോടെ സാധാരണ പൊളിറ്റിക്സ് പറഞ്ഞു വേണ്ട. സെക്കൻഡ് ഹാഫിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ്റെ ഒരു സംഭവമാണ് പറയണത്. ഭയങ്കരമായിട്ട് കണക്ട് ആണ് നമുക്ക്. ലാസ്റ്റ് കണ്ടിറങ്ങുമ്പോൾ ശരിക്കും കരച്ചിൽ വരും. ശരിക്കും ഇങ്ങനത്തെ തിരിച്ചു വരണം ആഗ്രഹിക്കുന്നതാണ്. നല്ല രസമായിട്ട് അവതരിപ്പിച്ചിട്ട് നീമ്പുള്ളി അടിപൊളിയുണ്ട്. സെക്കൻഡ് ഹാഫിൽ ശരിക്കും നമുക്കൊരു പേടി തോന്നും. നമ്മൾ ഈ അടുത്ത് കണ്ടിട്ടുള്ള ഒരു സംഭവം സ്റ്റോറി പോലെ തോന്നും, എങ്ങനെ അവർ എടുക്കണേ മുമ്പോട്ട് എങ്ങനെ പോണേന്ന്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഗംഭീരമായിട്ട് പോയിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് ശരിക്കും കണ്ണിറങ്ങി. നമ്മളെ നല്ല ഇമോഷണലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അടിപൊളി പടം. കയ്യിൽ ഫസ്റ്റ് ഹാഫിൽ ഈ പൊളിറ്റിക്സിനെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിനെ കുറിച്ച് ഒരു പ്രത്യേകിച്ച് ഒരു പാർട്ടിനെ കുറിച്ച് ഇല്ലാണ്ട് എല്ലാ പാർട്ടിയും നൈസായിട്ട് കൊണ്ടുണ്ട്. അവിടെ മുമ്പത്തെ പടത്തെ പോലെ. പക്ഷെ സെക്കൻഡ് ഹാഫ് വേറൊരു ട്രാക്കാണ്. നമുക്ക് കണക്ട് ആവും, ഭയങ്കരമായിട്ട് കണക്ട് ആവും ക്ലൈമാക്സ്. നല്ല പടം. ജനഗണമന ടൈപ്പ് ഫസ്റ്റ് ഹാഫിൽ ഈ പൊളിറ്റിക്സിന്. സെക്കൻഡ് ഹാഫിൽ അതല്ല. സെക്കൻഡ് ഹാഫിൽ ഇന്ത്യ പാകിസ്ഥാൻ അവരുടെ ഒരു ബന്ധം, അവരുടെ ഒരു ഇമോഷണൽ കണക്ട് ചെയ്യണേ. നല്ല അടിപൊളിയായിട്ട് പടം. തിരിച്ചു വരവെന്ന് പറഞ്ഞാൽ ഇതാണ് ഐറ്റം. പൊളിച്ചടക്കി പടം. സ്റ്റാർട്ടിങ് ഭയങ്കര കോമഡി ആയിട്ട് പോവുക. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പടം ട്രാക്കുമാരോടുകൂടി പടത്തിന് ഗതി തന്നെ മാറി. സെക്കൻഡ് ഹാഫൊക്കെ വേറെ ലെവലാക്കിയിട്ടല്ല എടുത്തതാണ്. ഡിജോ പറഞ്ഞ പോലെ ഷാരിഫ് മുഹമ്മദിന്റെ 1 ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ് എടുത്തു പറയാം. അടുത്ത ഇത് 100 കോടി കൺഫേം ആണ്. ഷുവർ ബെറ്റാണ്. 100 കോടി കൺഫേം ഉറപ്പാണ്. ബോക്സ് ഓഫീസ് തൂക്കും ഉറപ്പാ. അതെന്ന് പറയുമ്പോൾ ഒരു കോർട്ട് റൂം ഡ്രാമയല്ലേ. ഇതെന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ സിനിമയുടെ പേര് തന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്നാ. അത് ഓരോ മലയാളിക്കും എടുത്തു പറയാം ഞാനൊരു മലയാളിയെന്ന്. അത്രയും ഇമോഷണലി സീൻസ് ആയാലും പടത്തിലെ ഓരോ ഗൂസ് ബംസ് സീൻസ് ആയാലും പക്ക വേറെ ലെവലായിട്ട് ടീച്ചെടുത്തിട്ടാണ്. നിവിൻപോളിയുടെ ആ ഒരു കോമഡിയാണെങ്കിൽ ആ ഒരു ട്രാക്ക് പക്കയായിട്ട് കൂടെ ധ്യാനം ഉണ്ട്. ആ ഒരു പെയർ തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ പടത്തിന്റെ ആ ട്രാക്ക് മാറുമ്പോൾ നിവിൻപോളി വേറെ ലെവലിലേക്കാണ് പോണേ. അമ്മ എന്താ പറയാ, ആള് തിരിച്ചു വരുന്നു പറഞ്ഞ പോലെ, വിനീത് തിരിച്ചു വരുന്നു പറഞ്ഞ പോലെ പുള്ളി തിരിച്ചു വന്നു. ഇനി ഒന്നും പറയാനില്ല, വേറെ ലെവൽ. ഇത് 100 കോടി ഉറപ്പല്ലേ. പിന്നെന്താ, ഒറ്റ വാക്കി പറഞ്ഞ ഗംഭീരം. ഒരേ സമയം കണ്ണ് നിറയുകയും ചെയ്യും, എന്നാൽ പിന്നെ എണീച്ചൊന്ന് കൈയടിക്കുകയും ചെയ്യും. അമ്മ ഒരു സാധനം. നിവിൻ പോളിയുടെ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ സംഭവം മറ്റേ എന്താണ് വിനീതിൻ്റെ പടത്തിൽ ആള് വന്നു. ആളൊരു ജസ്റ്റ് നല്ലൊരു കംബാക്ക് ആയിരുന്നു. പക്ഷെ തിരിച്ചു വരവെന്ന് പറഞ്ഞാൽ ഇതാണ് ഐറ്റം. പൊളിച്ചടക്കി പടം. സ്റ്റാർട്ടിങ് ഭയങ്കര കോമഡി ആയിട്ട് പോവുക. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പടം ട്രാക്കുമാരോടുകൂടി പടത്തിന് ഗതി തന്നെ മാറി. സെക്കൻഡ് ഹാഫൊക്കെ വേറെ ലെവലാക്കിയിട്ടല്ല എടുത്തതാണ്. ഡിജോ പറഞ്ഞ പോലെ ഷാരിഫ് മുഹമ്മദിന്റെ 1 ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ് എടുത്തു പറയാം. അടുത്ത ഇത് 100 കോടി കൺഫേം ആണ്. ഷുവർ ബെറ്റാണ്. 100 കോടി കൺഫേം ഉറപ്പാണ്. ബോക്സ് ഓഫീസ് തൂക്കും ഉറപ്പാ.
അതെന്ന് പറയുമ്പോൾ ഒരു കോർട്ട് റൂം ഡ്രാമയല്ലേ. ഇതെന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ പേര് തന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്നാ. അത് ഓരോ മലയാളിക്കും എടുത്തു പറയാം ഞാനൊരു മലയാളിയെന്ന്. അത്രയും ഇമോഷണലി സീൻസ് ആയാലും പടത്തിലെ ഓരോ ഗൂസ് ബംസ് സീൻസ് ആയാലും പക്ക വേറെ ലെവലായിട്ട് ടീച്ചെടുത്തിട്ടാണ്. നിവിൻപോളിയുടെ ആ ഒരു കോമഡിയാണെങ്കിൽ ആ ഒരു ട്രാക്ക് പക്കയായിട്ട് കൂടെ ധ്യാനം ഉണ്ട്. ആ ഒരു പെയർ തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ പടത്തിൻ്റെ ആ ട്രാക്ക് മാറുമ്പോൾ നിവിൻപോളി വേറെ ലെവലിലേക്ക് പോണേ. അമ്മ എന്താ പറയാ, ആള് തിരിച്ചു വരുന്നു പറഞ്ഞ പോലെ, വിനീത് തിരിച്ചു വരുന്നു പറഞ്ഞ പോലെ പുള്ളി തിരിച്ചു വന്നു. ഇനി ഒന്നും പറയാനില്ല, വേറെ ലെവൽ. ഇത് 100 കോടി ഉറപ്പല്ലേ, പിന്നെന്താ. മലയാളി പൊളിയല്ലേ? ഡിജോ ജോസ് പടം പടം സൂപ്പറായിട്ട് അടിപൊളി സിനിമ. നല്ല സിനിമയാണ്. നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്നില്ല. മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ വരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്നില്ല. പക്ഷെ സിനിമ ഗംഭീര സിനിമയുണ്ട്. അതായത് ഇന്റർവെല്ലിന് ശേഷം സിനിമ ഒരു രക്ഷയില്ല, ഗംഭീര സിനിമയാണ്. നിവിൻ പോളിയുടെ വമ്പൻ തിരിച്ചു വരവെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലാണ് ഈ നിവിൻ പോളിയുടെ വമ്പൻ തിരിച്ചു വരവുള്ളത്. മറ്റേ സിനിമയല്ല, വർഷങ്ങൾക്ക് ശേഷമല്ല. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയാണ്. എന്തായാലും നിവിൻ പോളി വീണ്ടും എന്താ പറയുക, വേറെ ലെവലിലേക്ക് എത്തി. എന്തായാലും നല്ല സിനിമയാണ്, സൂപ്പർ സിനിമയാണ്. കുറേ എന്താ പറയുക, വായിക്കുക പഠിക്കുക എന്നുള്ളൊരു ആശയമാണ് ശരിക്കും ഉണ്ടായിട്ടുള്ള സംഭവമാണ്. പറയാൻ വാക്കുകളില്ല, അത്ര നല്ല സിനിമയാണ്. ഗംഭീരമായിരുന്നു പടം എന്നുള്ളതൊരു ഓരോ മലയാളിയും കാണേണ്ട ഒരു പടം. മലയാളി എന്നുള്ള തരത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ബാക്കി നടന്മാരുടെ കാര്യങ്ങളൊക്കെ അവരവരുടെ തരത്തിലാണ്. പക്ഷേ മലയാളത്തിൽ ഒരു മലയാളി എന്നുള്ള കാര്യത്തിൽ ഞാൻ അഭിനയിക്കുന്നു. സൂപ്പർ പടം നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ പോകണം. എൻ്റർടൈൻമെൻറ്റ് നന്നായിട്ടുണ്ട്, എല്ലാത്തിലും നന്നായിട്ടുണ്ട്. പടം നല്ല അത്യാവശ്യം നല്ല പടം കണ്ടിറങ്ങണം എന്തായാലും. പിന്നെ കയ്യടിക്കാൻ ചാൻസ് ഉള്ളൂ. ധ്യാൻ ശ്രീനിവാസിനെ ഫസ്റ്റ് ഹാഫ് വരെ ഉള്ളൂ, എന്നാലും ആൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കോമഡിയാണ്, സെക്കൻഡ് ഹാഫ് ഇതിൽ സീരിയസ് ആണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടമായി. സെക്കൻഡ് ഹാഫാണ് കൂടുതൽ ഇഷ്ടമായത്. നന്നായിട്ടുണ്ട്. കണക്ട് ആയി.